ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഒരു റോബോട്ട് വരാൻ പോവാണോ? അതും വെറുതെ ഒന്നുമല്ല, മത്സരിക്കാനായിട്ട്. എന്താ സംഭവം? അതൊരു സൂപ്പർ മാറ്റം തന്നെ ആയിരിക്കും. കൗണ്ട് ഡൗൺ പ്രൊമോ വന്നിട്ടുണ്ട്. ഇനി 4 ദിവസങ്ങൾ മാത്രം. സിജോയ്ക്കും സായിക്കും നന്ദനയ്ക്കും അഭിഷേക് ശ്രീകുമാറിനെയും കൂടെ ട്രോളായിട്ടാണ് പ്രൊമോ വന്നിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. എന്തായാലും എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിലേക്കും കൗണ്ട് ഡൗണിന്റെ റിവ്യൂയിലേക്കും പോവാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് പ്രൊമോയെ കുറിച്ച് പറഞ്ഞിട്ട് റോബോട്ടിന്റെ കേസിലോട്ട് പോവാം. പ്രൊമോ വേറെ ഒന്നുമല്ല, നമ്മുടെ 4 പേര് ഗാർഡനിൽ നിൽക്കുകയാണ്. 3 പയ്യന്മാര് ഒരു പെൺകുട്ടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവളെന്നെന്നും തങ്കക്കുടം. അപ്പൊ ലാലേട്ടൻ വരുന്നു ഗാർഡനിലോട്ട്. ഒരു ഗാർഡൻ ചെയറും അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ പെങ്ങളുട്ടി കാട് 4ന്റെയും പാസം കളി തൂക്കി ഞാൻ വെളിയിലിടും എന്ന് പറയുമ്പോഴത്തേക്കും പെങ്ങളുട്ടി അവിടെ ഈ ഗാർഡൻ ടേബിളിലിട്ട് ഗാർഡൻ ചെയറിലിട്ടിട്ട് 4 പാട ഓടുകയാണ്. ഈ പറയുന്ന 3 ആങ്ങളമാരും 3 ദിശയിലോട്ട് ഓടുകയാണ്. അപ്പൊ ലാലേട്ടൻ പെങ്ങൾ ഓക്കെ ആണല്ലോ, ഓക്കെ ലാലേട്ടാ, അപ്പൊ ഇനി ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ 4 ദിവസമേ ഉള്ളൂ, 7ന്റെ പണി എന്നൊക്കെ പറയുവാണ്. ഇത് കഴിഞ്ഞ സീസണിലുള്ള പോലെ തന്നെ നമുക്കറിയാം, സിജോ സായി അഭിഷേക് ഒക്കെ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു ഈ പറയുന്ന നന്ദനയായിട്ടും. അതുപോലെ തന്നെ പെങ്ങളുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഗെയിമും ഒരു ഇത് കഴിഞ്ഞിട്ട് സ്പോയിലായിപ്പോയി. സിജോയുടെ ആയാലും സായിയുടെ ആയാലും ഒക്കെ എന്താ പറയുക, ഒരു ടൈം കഴിഞ്ഞിട്ട് നന്ദനയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയവരെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും കൂടി എടുത്തൊന്ന് കാണിക്കാനാണ് ഈ പറയുന്ന സാധനം അവരൊന്ന് ഓർമ്മിപ്പിച്ചത്. ഇനി ഈ വേലയൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ പറയുന്ന കൗണ്ട് ഡൗൺ പ്രൊമോയുടെ കാര്യം. ഇനി റോബോട്ടിന്റെ കാര്യം പറയാം. ബിഗ് ബോസ് സീസൺ 7-ൽ ഒരു റോബോട്ട് ഉണ്ടാവും എന്നാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം. കാരണം ഒരു കാര്യങ്ങളിലും ഞാൻ 100% ഉറപ്പ് പറയുന്നില്ല, വലിയ വിഷയമാക്കുന്നില്ല, വിവാദമാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഒരു റോബോട്ട് ഉണ്ടെന്ന് അറിയുന്നു. ഈ റോബോട്ട് സംസാരിക്കുമെന്ന് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ മത്സരിക്കാനാണ് വരുന്നതെന്ന് അറിയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം അല്ലേ. എന്തായാലും ഒരു റോബോട്ട് ഉണ്ട് എന്നുള്ള സാധനമാണ് റോബോട്ട്. പക്ഷേ എത്രത്തോളം ഇവിടെ അക്സെപ്റ്റഡ് ആകും എന്ന് എനിക്കറിയില്ല. ഹിന്ദി ബിഗ് ബോസുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് റോബോട്ട് ഉണ്ട്, AI റോബോട്ട് വരാൻ പോവുകയാണ്. അങ്ങനെ ഇത് AI ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു റോബോട്ടിന്റെ കേസ് ഇങ്ങനെ അറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. മത്സരിക്കാനെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരും, വെറുതെ ഷോ ഓഫ് ആയിരിക്കും കൊണ്ടുവന്ന്. നമ്മുടെ CID രാംദാസ് ഇല്ലേ, കഴിഞ്ഞ സീസണിലെ CID രാംദാസ്, അതുപോലെയൊക്കെ എന്തെങ്കിലും ഒരു സാധനമാണ് ഈ പറയുന്ന റോബോട്ടും എന്നാണ് എൻ്റെ ഒരു ഐഡിയയിൽ നിന്നും എനിക്ക് തോന്നുന്ന സാധനം. അതാണ്. എന്തായാലും ഒരു റോബോട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് കാണാം. അപ്പോൾ ഇനി സീസൺ തുടങ്ങാൻ 4 ദിവസമേ ഉള്ളൂ. എല്ലാവരും ഫ്ലൈറ്റുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ട് നിന്നൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറട്ടെ, അവരൊക്കെ അവിടെ എത്തട്ടെ. ഇത്തവണ സംഗതി കുറച്ചും കൂടി ട്വിസ്റ്റ് ആക്കാനുള്ള ഒരു ഇത് കാണുന്നുണ്ട്. എന്തായാലും റോബോട്ടിന്റെ കേസ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അറിഞ്ഞപ്പോൾ. റോബോട്ട് വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റഡ് ആണോടെ? ഞാൻ തന്നെ ഇപ്പം നമ്മൾ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടെങ്കിൽ റോബോട്ടുകളൊന്നും അങ്ങനെ ഇതുവരെ ഒരു സീസണിൽ ഹിന്ദിയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. റോബോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ഒരു ഫില്ലാവാത്ത കോളം പോലെ കിടക്കുന്നു. ചിലപ്പോൾ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം. മലയാളം സംസാരിക്കുമോ? അങ്ങനെയൊക്കെ ഒരു തോട്ടാ, അറിഞ്ഞൂടാ. നോക്കാം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും, ചിലപ്പോൾ ഷോ ഓഫ് ആയിരിക്കും. ജസ്റ്റ് ഒരു റോബോട്ടിനെ എടുത്താൽ വെച്ചിട്ട് അതായിരിക്കാം. നോക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ മടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷിച്ചിട്ട് അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.